നമ്മളിപ്പോൾ യൂഷ്വലി കണ്ടുവരുന്ന ഒരു ഇഷ്യൂ ആണ് ഈ ഐ.ടി ജോബ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ചുകൂടിയും യൂഷ്വലി കാണുന്നതിനേക്കാളും കൂടുതൽ സമയം കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഒരാൾക്കാർക്ക് സിവിയർ ആയിട്ടുള്ളൊരു നെക്ക് പെയിൻ അത് യൂഷ്വലി കണ്ടുവരുന്നതാണ്. മോർ ദാൻ നോർമൽ ടൈം ഒരു കമ്പ്യൂട്ടറിൻ്റെ മുന്നിലൊരു ഇപ്പം മോർണിംഗ് തൊട്ട് രാത്രി വരെ ഇരിക്കുന്ന ഒരാൾക്കാർക്ക് നമുക്ക് ഈ ഒരു സെർവൈക്കൽ സ്ട്രെയിറ്റനിങ് നമ്മുടെ യൂഷ്വൽ ബോഡീൻ്റെ നമ്മുടെ സ്പൈൻ്റെ ഒരു കർവേച്ചർ ഉണ്ട്. അത് നഷ്ടപ്പെട്ടിട്ട് സെർവൈക്കലി നമുക്ക് സ്ട്രെയിറ്റ് ആവും. കഴുത്തിൻ്റെ അവിടെ സ്ട്രെയിറ്റ് ആവുന്ന ഒരു അസുഖം നോർമലി കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഭയങ്കരമായിട്ട് മസിൽ സ്റ്റിഫ്നെസ് വരും, ഭയങ്കര പെയിൻ വരും, മൂവ്മെൻറ്റ്സ് കുറയും, റിജിഡിറ്റി വരും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു കുറേ പേഷ്യൻസ് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ പറ്റി എല്ലാവർക്കും അവെയറാണ്. പോസ്ചർ നമ്മളിങ്ങനെ ഇരിക്കണം, ബാക്ക് സ്ട്രെയിറ്റ് ആക്കി ഇരിക്കണം. അപ്പോൾ അത് കംഫർട്ടബിളായി നമ്മൾ ഇരിക്കുന്നുണ്ട്. പക്ഷേ നമ്മളിത് എത്ര നേരം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ആരും ആലോചിക്കില്ല. എപ്പോഴും ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 45 മിനിറ്റ്സ് നമുക്ക് മാക്സിമം നമുക്ക് കോൺഷ്യസ്ലി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതിനപ്പുറം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഒബ്വിയസ്ലി നമ്മൾ കുനിഞ്ഞു പോകും. പല വ്യത്യാസങ്ങളും വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എവറി 45 മിനിറ്റ്സ് കൂടുമ്പോൾ നമ്മളൊന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടൊന്ന് എക്സസൈസ് ചെയ്യുക. നമുക്ക് ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ ജസ്റ്റ് പുറത്ത് എണ്ണ തേക്കുക അങ്ങനെ മാത്രമല്ല, ഈ പല കിഴികൾ വരും. അപ്പോൾ ഓരോന്നിനും ഓരോ ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്ക് അവിടുത്തെ മസിൽ സ്പാസം കുറയും, കഴുത്ത് വെച്ച് മൂവ്മെൻറ്റ്സ് ബെറ്റർ ആവും. അപ്പോൾ അങ്ങനെ നമുക്ക് ഇവൻച്വലി കഴുത്തിൻ്റെ ആ ഒരു സ്ട്രെയിറ്റനിങ്ങിൻ്റെ ഉണ്ടാക്കുന്ന ഇഷ്യൂസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് പിന്നെ എക്സസൈസ് ഒക്കെ കൊടുത്ത് നമുക്ക് ആ ബാക്ക് ടു നോർമലിലേക്ക് കൊണ്ടുവരാൻ കുറേ സാധിക്കും.